സന്ധ്യാനേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് രേണുക മുറിയിലേക്കെത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞു. പൂജാമുറിയിൽ നിന്നെടുത്ത കുന്നിക്കുരു കൊണ്ട് അവരുടെ കയ്യിൽ. പറമ്പിൽ നിന്നും രേണുക തന്നെ പെറുക്കിയെടുത്ത് പൂജാമുറിയിൽ ശേഖരിച്ചു വയ്ക്കുന്നതാണ് കുന്നിക്കുരു. എന്നും പ്രാർത്ഥന കഴിഞ്ഞാൽ അതിലൊന്ന് കൈയിട്ട് വരും. ഇന്ന് കൈയിട്ട് വാരിയപ്പോൾ ഒരു കുന്നിക്കുരു കൂടെ പോന്നു. ആ കുന്നിക്കുരു പതിയെ മേശപ്പുറത്ത് വയ്ക്കുന്നതിനിടയിലാണ് അത് ഉരുണ്ട് താഴെ വീണത്. മേശയുടെ അടിയിലേക്ക് പോയ കുന്നിക്കുരു മുട്ടുകുത്തിയിരുന്നു കൊണ്ട് എടുക്കുമ്പോഴാണ് അവരുടെ കണ്ണിൽ ഒരു കവർ ഉടക്കുന്നത്. കുനിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ കവർ എടുത്തു. അതിനുള്ളിൽ ഒരു ലെറ്ററാണെന്ന് രേണുകയ്ക്ക് മനസ്സിലായി. ഒട്ടിച്ചിട്ടില്ലാത്ത കവർ തുറന്നുകൊണ്ട് അവർ അതിനുള്ളിലെ ലെറ്റർ പുറത്തെടുത്തു. അതിലെ കൈയക്ഷരം കണ്ടതും രേണുകയുടെ നെഞ്ചിൽ ഒരു മിന്നലുണ്ടായി. അവർ ഹെഡ്ലൈൻ ഒന്ന് വായിച്ചു. പ്രിയപ്പെട്ട പ്രതാപേട്ടന്, ഞാൻ യാമിനി. അത്രയും വായിച്ചപ്പോഴേക്കും രേണുകയുടെ മിഴികൾ പുറത്തേക്ക് തള്ളിവന്നു. പ്രതാപേട്ട, ഒരലർച്ചയായിരുന്നു. രേണുക അറിയാതെ അവരുടെ ശബ്ദം ഉയർന്നുപോയി. അന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് വന്ന സൂര്യപ്രതാപൻ ഓരോന്നാലോചിച്ചുകൊണ്ട് പൂമുഖത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രേണുകയുടെ കരച്ചിൽ കേൾക്കുന്നത്. അയാൾ ആധിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് പാഞ്ഞു. എന്തിനാ നീ കരഞ്ഞത്? മുറിയിൽ എത്തിയപാടെ അയാൾ ഒച്ച വച്ച് ചോദിച്ചു. ഇത് ബാക്കി പറയാനാകാതെ രേണുക നിന്നു. രേണുക നീട്ടിപ്പിടിച്ച ലെറ്റർ കയ്യിലേക്ക് വാങ്ങുമ്പോൾ സൂര്യപ്രതാപൻ അവളുടെ മറുകൈയിലുള്ള കവറിലേക്കാണ് നോക്കിയത്. ഇതാ ലെറ്ററല്ലേ? അയാൾ ലാഘവത്തോടെ പറഞ്ഞു. ഏത് ലെറ്റർ? നിനക്കെന്താ രേണു, ഈ പ്രായത്തിൽ എനിക്കാരെങ്കിലും ലവ് ലെറ്റർ തരുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ എന്നെ കാണാൻ ഓഫീസിൽ ഒരു സ്ത്രീ വന്നിരുന്നു അത്രേ. എന്നെ കാണാത്തതിനാൽ എന്നെ ഏൽപ്പിക്കാനായി ഒരു കത്ത് നിർമ്മലാ സുകുമാരനെ ഏൽപ്പിച്ചിരുന്നു അത്രേ. വല്ല ജോലിക്കാര്യത്തിനുമാവും. തിരക്കെല്ലാം കഴിഞ്ഞ് സാവധാനം വായിക്കാം എന്ന് കരുതി. പിന്നീട് ഞാനതങ്ങ് വിട്ടുപോയി. അയാൾ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുകയാണ് രേണുക. ചോദ്യവും ഉത്തരവുമെല്ലാം നിങ്ങൾ തന്നെ മനസ്സിൽ റെഡിയാക്കി വച്ച സ്ഥിതിക്ക് ഇനി കത്ത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. രേണുകയുടെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു. നിങ്ങൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കൂ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. അയാളുടെ മിഴികൾ ഹെഡ്ലൈനിൽ ഒന്ന് പാഞ്ഞു. യാമിനി എന്ന പേരിൽ ആ മിഴികൾ നിശ്ചലമായി. യാമിനി? അന്ന് എന്നെ ഓഫീസിൽ കാണാൻ വന്നത് യാമിനി ആയിരുന്നോ? ഈശ്വര, അറിഞ്ഞില്ലല്ലോ ഞാൻ. അയാൾ ടെൻഷനോടെ തലയിൽ കൈവച്ചു. നിങ്ങൾ ആ കത്തൊന്ന് വായിക്കുന്നുണ്ടോ? ദേഷ്യവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ രേണുക ഒച്ചയിട്ട് ചോദിച്ചു. നദി, നീ പോയി കുളിച്ച് വേഷം മാറുക. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം. വീട്ടിലെത്തിയതും നദിയെ തൻ്റെ അടുത്തു നിന്നും മാറ്റാൻ തിടുക്കപ്പെട്ടു യാമിനി. ഭക്ഷണ സാധനങ്ങൾ കവറിൽ നിന്നും അവർ തന്നെ മേശപ്പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അമ്മേ. ഞാൻ കുളിച്ച് വേഷം മാറി വരുന്നതുവരെ അമ്മ കുറച്ചു നേരം കിടന്നോളൂ. സമയം 7:30 ആയതല്ലേ ഉള്ളൂ. എന്തിനാ ഇത്രയും തിടുക്കം കൂട്ടുന്നേ? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് നദി. ഇന്നെന്തായാലും ശ്വാസം മുട്ടൊന്നും വരില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഭക്ഷണവും മരുന്നും കഴിച്ചു കിടന്നാൽ സുഖമായി ഉറങ്ങാമല്ലോ. അല്ലെങ്കിലും ഇന്ന് മനസ്സിനും ശരീരത്തിനും കുറച്ച് ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട്. നീ സമയം കളയാതെ വേഗം വാ നദി. ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. നദി ഒന്നും പറയാതെ റൂമിലേക്ക് പോയി. അവൾ ഇനി തിരിച്ചു വരാൻ അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന് യാമിനിക്കറിയാം. യാമിനി അടുക്കളയിലേക്ക് പോയി ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ട് വന്നു. 2 ബിരിയാണിയുടെ പാഴ്സലും പൊട്ടിച്ച് ആ ബൗളിലേക്ക് ഇട്ടു. അതിനുശേഷം റൂമിലേക്ക് പോയി റാക്കിൽ നിന്നും നേരത്തെ കൊണ്ടുവച്ച ബോട്ടിൽ എടുത്തു വന്നു. യാമിനി ക്ലോക്കിലേക്കൊന്ന് നോക്കി. 7:45. പ്രതാപേട്ടന് കൊടുത്തിട്ടുള്ള സമയത്തിൽ ഇനി 15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. എൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന അവസാനത്തെ 15 മിനിറ്റ്. ഭക്ഷണ സാധനത്തിൽ വിഷം ചേർക്കാൻ 15 മിനിറ്റ് വരെ കാത്തിരിക്കാൻ യാമിനിക്ക് തോന്നിയില്ല. കാരണം നദി വന്നു കഴിഞ്ഞാൽ വിഷം ഭക്ഷണത്തിൽ ചേർക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. 8 മണിക്ക് ശേഷമേ ഭക്ഷണം കഴിക്കൂ എന്ന് യാമിനി തീരുമാനിച്ചതാണ്. യാമിനി വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി. 7:50. വിറയ്ക്കുന്ന കൈകളോടെ യാമിനി വിഷക്കുപ്പി കയ്യിലേക്ക് എടുത്തു. മൂടി തുറന്ന് അതിനുള്ളിലെ ദ്രാവകം മുഴുവൻ ബൗളിലെ ഭക്ഷണ സാധനത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി വെച്ചു. ബൗൾ എടുത്ത് മണപ്പിച്ചു നോക്കി. സ്മെല്ലിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഒരു മൂടിയെടുത്ത് ബൗൾ അടച്ചു വെച്ചു. വീണ്ടും മിഴികൾ ക്ലോക്കിലേക്ക് നീണ്ടു. സെക്കൻഡ് സൂചി 55-ൽ നിന്നും മുന്നോട്ട് ചലിക്കുകയാണ്. അല്ലെങ്കിലും സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലല്ലോ. ഇനി 8 മണിയാകാൻ 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് യാമിനി വേദനയോടെ ഓർത്തു. ഈ 2 മിനിറ്റിനുള്ളിൽ തൻ്റെ മകളെ രക്ഷിക്കാൻ ഒരു ദൈവവും നിലത്തിറങ്ങി വരില്ലെന്ന് യാമിനിക്കറിയാം. ജന്മം കൊടുത്ത അമ്മ തന്നെ മകൾക്ക് മരണവും കൊടുക്കുന്നു. എന്നെക്കൊണ്ട് ഈ വിധി ചെയ്യിപ്പിച്ച ദൈവമേ, നിനക്ക് തൃപ്തിയായില്ലേ? ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് ഇത്രയും വലിയൊരു പാതകം ചെയ്യുകയല്ലേ നീ? ദൈവം കാരുണ്യവാനാണത്രേ, കരുണയുള്ളവനാണത്രേ, ആപത്തിൽ കൈപിടിച്ച് ഉയർത്തുന്നവനാണത്രേ. എന്നിട്ടെന്തേ എൻ്റെ കൈപിടിച്ചുയർത്താൻ വരാതിരുന്നത്? ഞാൻ അനാഥയായതുകൊണ്ടാണോ? ആലംബമറ്റവളായതുകൊണ്ടാണോ? പാപികളെ കൈപിടിച്ചുയർത്തുന്നവനാണ് ദൈവം. പാപികളെ പന പോലെ വളർത്തുന്നവനാണ് ദൈവം.
ആ തത്വമാണ് ശരി. എനിക്ക് നീ വിധിച്ച ഈ കർമ്മം ഞാൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മകളെ ഓർത്ത് ഞാൻ ഇനി കരയില്ല. എൻ്റെ കൈവിരലുകൾ വിറയ്ക്കില്ല. മരണത്തിലും ഞാൻ എൻ്റെ മകളെ കൂടെ കൂട്ടുന്നു. അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കാര്യമായിരിക്കും അത്. ഇപ്പോൾ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെയും കാത്തിരിക്കാനില്ല. അവൾ തൻ്റെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചു. ഇനി നീയും ജീവിച്ചിരിക്കണ്ട. യാമിനി ഫോണിൽ നിന്നും സിം കാർഡ് ഊരിയെടുത്തു. അടുക്കള ഭാഗത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അമ്മിക്കല്ലിൽ വെച്ച് ആ സിം കാർഡ് നന്നായി ഉരച്ചു. അതിനുശേഷം അമ്മിക്കുഴ കൊണ്ട് സിം കാർഡും ഫോണും കുത്തിപ്പൊട്ടിച്ചു. എല്ലാം പെറുക്കിയെടുത്ത് ബാക്കിലെ വാഴത്തോട്ടത്തിലേക്ക് എറിഞ്ഞു. പിന്നെ വാതിൽ അടച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. നദി കുളി കഴിഞ്ഞ് വേഷം മാറി ഹാളിൽ നിൽക്കുന്നുണ്ട്. അമ്മ ഇവിടെ പോയി നിൽക്കുകയായിരുന്നു. ഞാൻ റൂമിലൊക്കെ പോയി തിരഞ്ഞു. ഞാൻ ബാക്കിലെ വാതിൽ അടച്ചില്ലേ എന്ന് നോക്കാൻ പോയതാ. അത് നമ്മൾ പോകുമ്പോൾ അടച്ചിട്ടുള്ളതല്ലേ. പിന്നെ ആരാ തുറക്കുന്നേ? ഈ അമ്മയുടെ ഒരു കാര്യം. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്നാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, വർക്ക് ചെയ്യാനുമുണ്ട്. വയറ് നിറച്ചിട്ട് പഠിക്കാനിരുന്നാൽ ഉറക്കം വരുമെന്നാ പേടി. വർക്ക് ചെയ്തില്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. നദി ടെൻഷനോടെ പറഞ്ഞതും യാമിനി ഒന്ന് ചിരിച്ചു. അഥവാ ഉറങ്ങിപ്പോയാലും നാളെ മാഷൊന്നും പറയാൻ പോകുന്നില്ല. അതമ്മ ഉറപ്പു തരാം. യാമിനി പറഞ്ഞത് കേട്ട് നദി അവളുടെ മുഖത്തേക്ക് നോക്കി കളിയാക്കി ചിരിച്ചു. പിന്നെ കോളേജിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അമ്മയല്ലേ? സ്നേഹം കൊണ്ട് നദി യാമിനിയുടെ കവിളിൽ ഒന്ന് പിച്ചി. നദി തന്നെ ബിരിയാണി 2 പ്ലേറ്റിലേക്ക് വിളമ്പി. ആദ്യത്തെ ഉരുള അമ്മ വരുത്തരാം. കഴിക്കാനിരുന്നതും യാമിനി പറഞ്ഞു. നദി ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചതും ഒട്ടും വെപ്രാളമില്ലാതെ, കൈവിരലുകൾ വിറയ്ക്കാതെ യാമിനി ഒരു ഉരുള ചോറെടുത്ത് നദിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും നദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു യാമിനി. ഉരുളച്ചോറ് സ്വീകരിക്കുമ്പോൾ തൻ്റെ മകളുടെ മനസ്സിൽ എന്താണെന്ന് യാമിനിക്ക് മനസ്സിലായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് എന്തിനായിരിക്കുമെന്ന് യാമിനി മനസ്സിലോർത്തു. ഇനി എത്ര നാൾ അമ്മ തനിക്ക് വാരിത്തരുമെന്ന് ആയിരിക്കുമോ അവൾ ഓർത്തത്? ആയിരിക്കും. അടുത്ത ഉരുള വാരി യാമിനി തൻ്റെ വായിലും വച്ചു. സത്യപ്രതാപന്റെ കാർ ചീറിപ്പായുകയാണ്. അരികിൽ രേണുകയുമുണ്ട്. പലയാവർത്തി അയാളും രേണുകയും മാറി മാറി യാമിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വിച്ച് ഓഫ് പറയും, ചിലപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയും. പ്രതാപേട്ട, എത്ര ദിവസമാക്കാത്ത നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒന്നെടുത്ത് വായിച്ചു നോക്കാൻ തോന്നിയില്ലല്ലോ. അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്തിരിക്കുമോ? ആ കുഞ്ഞിനെ കൂടി കൊന്നിരിക്കുമോ? സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു. അഡ്രസ്സ് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവൾക്കരികിൽ എത്തുന്നത്? രേണുകയുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് പരിതപിച്ചിട്ട് കാര്യമില്ല രേണു. മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേഗത വരുത്തുക. അത്രയേ നമുക്കിനി ചെയ്യാൻ കഴിയൂ. അയാൾ ഫോണിൽ ഒരു നമ്പർ എടുത്ത് വിളിച്ചു. ആർക്കാ വിളിക്കുന്നത്? ടെൻഷനോടെയുള്ള ചോദ്യം. നമുക്കൊരു സൽപുത്രനുണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വല്ല ഓണം കയറാ മൂലയിലെങ്ങാനുമാണോ എന്ന് അറിയാലോ. സത്യപ്രതാപൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അപ്പുറത്ത് ഫോൺ എടുത്തിരുന്നു. ആരാണച്ചാ ഓണം കയറാ മൂലയിൽ? ഞാനാണോ? അപ്പുറത്തു നിന്നും കുസൃതി നിറഞ്ഞ ചോദ്യം. അല്ല, നിന്റെ അച്ഛൻ സത്യപ്രതാപൻ. ആണോ? അതിരിക്കട്ടെ, എന്താണ് ഈ നേരത്തൊരു വിളി? ബദ്രി, അച്ഛന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നീ എവിടെയാ മോനെ? അച്ഛൻ്റെ സ്വരത്തിലെ ടെൻഷൻ മനസ്സിലായതും ബദ്രിനാഥിൻ്റെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ കാര്യം പറയും. തിരുമംഗലത്ത് തറവാട്ടിൽ മഹാദേവൻ മാസ്റ്ററുടെ കൂടെ ഗാർഡനിൽ ഇരിക്കുകയാണ് ബദ്രിനാഥ്. അച്ഛൻ്റെ ഫോണാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മഹാദേവൻ മാസ്റ്ററുടെ അടുത്തു നിന്നും കുറച്ച് മാറി നിന്നു. സത്യപ്രതാപൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് യാമിനിയെയും അവളുടെ കത്തിനെയും കുറിച്ച് ബദ്രിയോട് വിവരിച്ചു. ഒരു നടക്കം അവൻ്റെ തലച്ചോറിനുള്ളിലൂടെ പാഞ്ഞു. ബദ്രി കുറച്ച് മാറി സിമന്റ് ബെഞ്ചിലിരിക്കുന്ന അമ്മാമയെ ഒന്ന് നോക്കി. അച്ഛൻ ടെൻഷനാവാതെ, ഒന്നും സംഭവിക്കില്ല, ഞാൻ വേണ്ടത് ചെയ്യാം. യാമിനിയുടെ അഡ്രസ്സ് ഞാനിപ്പോൾ തന്നെ നിനക്ക് സെൻഡ് ചെയ്യാം. ബദ്രിയുടെ പരിഭ്രമത്തോടെയുള്ള നിൽപ്പ് കണ്ടതും മഹാദേവൻ മാസ്റ്റർക്ക് എന്തോ പന്തകേട് മണത്തു. ബദ്രി ഫോൺ വച്ചു തിരിഞ്ഞതും മഹാദേവൻ അവൻ്റെ തൊട്ട് പിന്നിലെത്തി. എന്താ ബദ്രി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ അച്ഛനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ മഹാദേവനോട് പറഞ്ഞു. അയാൾ തളർച്ചയോടെ സിമന്റ് ബെഞ്ചിലേക്കിരുന്നു. ചിന്തിച്ചിരിക്കാൻ സമയമില്ലെന്ന് ബദ്രിയുടെ തലച്ചോർ പറയുന്നുണ്ട്. അവൻ വേഗം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യാമിനിയുടെ സ്ഥലപരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ നമ്പർ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വിളിച്ചു. വിളിക്കുന്നത് ആരാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൻ കാര്യം പറഞ്ഞത്. അഡ്രസ്സും മെയിൽ ചെയ്തതോടെ അവർ ഉടനെ തന്നെ അവിടെ എത്താമെന്ന് വാക്കുകൊടുത്തു. അങ്കിൾ വിഷമിക്കണ്ട, നമുക്കുടനെ തന്നെ അങ്ങോട്ട് പോകാം. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പേ പോലീസ് അവിടെ എത്തിയിരിക്കും. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. വാ, എഴുന്നേൽക്ക്. കാർത്തിയോട് പറയണ്ടേ? വേണ്ട, അവനിതൊന്നും അറിയണ്ട. അറിഞ്ഞാൽ എന്നെയും നിന്നെയും അവിടേക്ക് വിടില്ലവൻ. അവനെ കുറ്റപ്പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നത് തന്നെ നിന്നോടതെല്ലാം പറയാൻ വേണ്ടിയാണ്. അത് കേൾക്കാൻ നിനക്കും സമയമായിട്ടില്ല. അയാൾ ദുഃഖഭാരത്തോടെ പറയുമ്പോൾ ബദ്രി തൻ്റെ കാറിനരികിലേക്ക് നടന്നിരുന്നു. മഹാദേവൻ മാസ്റ്ററെയും കൂട്ടി കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് അവൻ സത്യപ്രതാപനെ വിളിക്കുന്നത്. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട,
അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ എത്തും. ഞാനും പിന്നാലെ വരുന്നുണ്ട്. ബദരിയുടെ വാക്കുകൾ രണ്ടുപേരിലും തെല്ലെ ആശ്വാസം പകർന്നുവെങ്കിലും ആശങ്ക വിട്ടുമാറിയില്ല. അന്നേരം സത്യപ്രതാപൻ്റെ മനസ്സിൽ കുറച്ചു മുമ്പ് വായിച്ച കത്തിലെ വരികളായിരുന്നു. എനിക്ക് പ്രതാപേട്ടനെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാനിന്ന് ഓഫീസിൽ വന്നത്. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ആദ്യമേ കത്തെഴുതി കൈ പിടിച്ചിരുന്നു. ഇനിയും ഒരിക്കൽ കൂടി വരാൻ എൻ്റെ ശരീരം എന്നെ അനുവദിക്കില്ല. ഇത്ര നാളും യാമിനി ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാലിന്ന് യാചനയുടെ വക്കീലെത്തി നിൽക്കുകയാണ് എൻ്റെ ജീവിതം. എൻ്റെ മകൾക്ക് വേണ്ടി പ്രതാപേട്ടനോട് യാചിക്കാനാണ് ഞാൻ വന്നത്. കുറ്റമൊന്നും ചെയ്യാത്ത എനിക്ക് ശിക്ഷ വിധിച്ചു ദൈവം. 3 വർഷമായി ഞാൻ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസറിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. മകൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വച്ചതെല്ലാം എൻ്റെ ചികിത്സ ചെലവിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. ഇന്ന് എൻ്റെ കൈയും മനസ്സും ശൂന്യമാണ്. അന്ന് ഇറങ്ങുമ്പോൾ എന്നിൽ ഉണ്ടായിരുന്ന ഗർഭം ഇന്ന് 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയായി വളർന്നിരിക്കുകയാണ്. ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. വേറെ ആരോടും എനിക്ക് യാചിക്കുവാനില്ല. ഈ കത്തിനോട് പിൻ ചെയ്ത് ഞാൻ ഒപ്പുവെച്ച ഒരു മുദ്ര പേപ്പറുണ്ട്. എൻ്റെ മകളെ പ്രതാപേട്ടന് ദത്ത് നൽകാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത്. പ്രതാപേട്ടന് സമ്മതമാണെങ്കിൽ അതിൻ്റെ നടപടിയിലേക്ക് പോകാം. അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിപ്പിച്ച് അവൾക്കൊരു കെയർ കൊടുക്കണം. എനിക്ക് മുന്നിൽ ആയുസ് അധികമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉറങ്ങുന്ന ഉറക്കത്തിൽ ഞാൻ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വരാം. അങ്ങനെ പോകുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ടാകില്ലല്ലോ. എൻ്റെ മകളെ ഭ്രാന്തമായ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ തനിയെ വിട്ടിട്ട് ഞാനെങ്ങനെ സമാധാനത്തോടെ പോകും? അതുകൊണ്ട് 5 ദിവസം ഞാൻ പ്രതാപേട്ടൻ്റെ വിളിക്കായി കാത്തിരിക്കും. താഴെ ഞാൻ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ എൻ്റെതാണ്. ഇന്നേക്ക് 5-ാം ദിവസം, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 8 മണി വരെ. ആ സമയം വരെ മാത്രമേ ഞാൻ കാത്തിരിക്കൂ. 8 മണി കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും ഈ ഭൂമിയിൽ നിന്നും യാത്രയാകും. ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര, ആർക്കും ഭാരമാവാത്ത ശല്യമാവാത്ത യാത്ര എന്ന് യാമിനി.